ഹലോ, ഞാൻ ജെയ്സൺ ചാക്കോ. നമ്മൾ മലയാളികൾക്ക് ഇംഗ്ലീഷ് ശരിയായി ഉച്ചരിക്കാൻ അറിവില്ലാത്തതുകൊണ്ട് വിദ്യാഭ്യാസം ഉള്ളതെന്ന് കരുതുന്നതോ പലരും ഉച്ചരിക്കുന്നത് കേട്ട് അതുപോലെ നമ്മൾ ഉച്ചരിച്ച് അത് ശരിയാണെന്ന് ധരിക്കുകയാണ്. ശരിയായ ഉച്ചാരണം എന്തെന്ന് നമുക്ക് പൊതുവെ അറിവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷിൻ്റെ ഉച്ചാരണം, ഇംഗ്ലീഷ് എഴുതുന്നത് പോലെ വായിക്കുന്ന ഭാഷയല്ല. മലയാളം എഴുതുന്നത് തന്നെയാണ് നമ്മൾ വായിക്കുന്നത്. ഇംഗ്ലീഷ് അങ്ങനെയല്ല, എഴുതുന്നത് ഒന്ന്, വായിക്കുന്നത് വ്യത്യസ്തമാണ്. ഓരോ വാക്കിലും ഉള്ള അക്ഷരം, ഒരു വാക്കിൽ ഒരു അക്ഷരം എഴുതുന്നത് പോലെയല്ല വേറൊരു വാക്കിൽ അതേ അക്ഷരം എഴുതുമ്പോൾ വായിക്കുന്നത്. ഇത് ഓരോ വാക്കിനും എങ്ങനെ ഉച്ചരിക്കണം, വായിക്കണം, സംസാരിക്കണം എന്നുള്ളതിന് ഒരു ശബ്ദശാസ്ത്രമുണ്ട്. അതിനെയാണ് ഫൊണറ്റിക്സ് എന്ന് പറയുന്നത്. ഫൊണറ്റിക്സ്, PHONETICS. ഈ ഫൊണറ്റിക്സ് നമ്മൾ സാധാരണയായി പഠിക്കുന്നില്ല. എത്ര വിദ്യാഭ്യാസം ചെയ്തവരും ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ടെങ്കിലും ഇംഗ്ലീഷിലെ ഫൊണറ്റിക്സ് പഠിക്കുന്നില്ല. അത് ഇംഗ്ലീഷ് ഭാഷയെ പ്രത്യേകമായി എടുത്ത് BAയോ MAയോ ഒക്കെ പഠിക്കുന്നവരെ മാത്രമേ സാധാരണഗതിയിൽ ഇംഗ്ലീഷ് ഫൊണറ്റിക്സ് പഠിക്കുന്നുള്ളൂ. അപ്പോൾ വിദ്യാഭ്യാസമുള്ളവർ നമുക്ക് പൊതുവെ ആളുകൾക്ക് ഈ ഫൊണറ്റിക്സ് അറിയില്ലാത്തത് കൊണ്ടാണ് എന്താണ് ശരി ഉച്ചാരണമെന്ന് അറിവില്ലാത്തത്. അപ്പോൾ നമ്മൾ സാധാരണ കേൾക്കുന്നത് പോലെ അത് ശരിയാണെന്ന് കരുതി പറയുന്നു. എന്നാൽ ഇപ്പോൾ ഞാൻ ഈ സംസാരിക്കുന്നതിന് ഉദ്ദേശം പരസ്യങ്ങളിലും മറ്റും പല തെറ്റായ വാക്കുകളും ആവർത്തിച്ച് പറഞ്ഞത് ശരിയാണെന്നൊരു ധാരണ ആളുകളുടെ ഉള്ളിൽ വന്നിട്ട് അവരും ഈ തെറ്റ് ആവർത്തിക്കുന്നു. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ഈയിടെയായി പരസ്യങ്ങളിൽ കാണുന്ന ഒരു പദമാണ് ഹെൽതി. ആരോഗ്യമുള്ള ഹെൽതി ചൈൽഡ് എന്നുള്ള അർത്ഥത്തിൽ പറയുന്നു. എന്തോ ഒരു തെറ്റാണത്. ഹെൽത്തി, ഇംഗ്ലീഷിൽ TH എന്നുള്ള വാക്ക് സാധാരണയായി രണ്ട് തരത്തിലാണ്, രണ്ട് സ്വരങ്ങളാണ് അത് എഴുതുമ്പോൾ രണ്ട് രീതിയിലാണ് ഉച്ചരിക്കുന്നത്. ഒന്ന് TH, തിങ്ക്, ചിന്തിക്കുക എന്നുള്ള അർത്ഥമുള്ള തിങ്ക്. തോട്ട്, സാധാരണ മലയാളത്തിലെ തായല്ല അത്. തിങ്ക്, തോട്ട്, താങ്ക് യു. ഹെൽത്തി. ഈ ഹെൽത്തി എന്നുള്ള പദത്തിന് ഉപയോഗിക്കുന്നത് ദ എന്ന സ്വരമല്ല, മറിച്ച് താങ്ക് യു, തിങ്ക്, തോട്ട് എന്നുള്ള പദത്തിൽ ഉപയോഗിക്കുന്നത് പോലെ ശക്തിയേറിയ ഥ. മുകളിലത്തെ പല്ലും ചുണ്ടിൻ്റെ ഈ അഗ്രഭാഗവും നമ്മൾ ചേർത്ത് വെച്ചതിന് ശേഷം തിൻ, തോട്ട്, താങ്ക് ഉച്ചരിക്കുന്ന സ്വരമാണ് ഥ. അപ്പോൾ ആ സ്വരമാണ് താങ്ക് യു എന്ന് പറയുന്നതിനും ഹെൽത്തി എന്ന് പറയുന്നതിനും ഉപയോഗിക്കുന്നത്. അത് ഹെൽത്തി അല്ല, ഹെൽത്തി എന്നാണ് ഉച്ചരിക്കേണ്ടത്. ഇനി മുതൽ ഈ പരസ്യത്തിൽ തെറ്റ് കണ്ടാലും നിങ്ങളത് സംശയിക്കേണ്ട. ഇംഗ്ലീഷ് അഡ്വാൻസ്ഡ് ഓക്സ്ഫോർഡ് ലേണേഴ്സ് ഡിക്ഷണറി ഓഫ് കറൻറ്റ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഡിക്ഷണറിയിൽ ഈ ഹെൽത്തി എന്ന വാക്കിന് ശേഷം ഒരു സ്ലാഷ് ഇട്ടതിന് ശേഷം ഈ ഉച്ചാരണം കാണും. അത് നിങ്ങൾ നോക്കിയാൽ ആ ഉച്ചാരണം ഫൊണറ്റിക്സ് സിമ്പിൾസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ വായിക്കാൻ പറ്റും. അത് ഹെൽത്തി എന്നാണ് ഉച്ചരിച്ചിരിക്കുന്നത്. അപ്പോൾ ഹെൽത്തി അല്ല, ഹെൽത്തി. മറ്റൊരു വാക്ക് സാധാരണയായി വിദ്യാഭ്യാസമുള്ളവർ പറഞ്ഞ് കേൾക്കുന്ന ഒരു തെറ്റാണ്. ട്രെയിനും മറ്റും ടിക്കറ്റ് ബുക്ക് ചെയ്തതിന് ശേഷം അവർ പറയും, ടിക്കറ്റ് കൺഫേമായി എന്ന് പറയുന്നത് ഒരു വലിയ അപാകതയും തെറ്റുമാണ്. കൺഫേം എന്ന് പറയുന്ന വാക്ക് വേറൊരു വാക്കാണ്. CONFORM. കൺഫേം എന്ന് പറഞ്ഞാൽ
മറ്റൊന്നിനോട് അനുരൂപപ്പെടുക, മറ്റൊന്നുപോലെ ആയിത്തീരുക എന്നാണ്. കൺഫോമിറ്റി, കൺഫേം. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്ന വാക്ക് ടിക്കറ്റ് സ്ഥിരപ്പെട്ടു, സീറ്റ് ഉറപ്പായി എന്ന് പറയുന്നത് കൺഫേം, കൺഫേം എന്ന വാക്കാണ്. ഫേം, ഫേം, കൺഫേം. അപ്പോൾ നമ്മൾ പറയേണ്ടത് കൺഫേം ആയെന്നല്ല, അത് തെറ്റാണ്, പൂർണ്ണമായും തെറ്റാണ്. കൺഫേം, കൺഫേം, ഫേം എന്നാണ് ഉച്ചരിക്കേണ്ടത്. അതുപോലെ നാം സാധാരണ പറയുന്നൊരു വാക്കാണ് WALK. നടക്കുക എന്നുള്ള അർത്ഥത്തിന് സാധാരണ ഉപയോഗിക്കുന്ന ഈ വാക്ക് നമ്മൾ അതിൻ്റെ സ്പെല്ലിംഗ് ഇതാണ്, WALK. എന്നാൽ വാൽക്ക് എന്നാണ് അത് സാധാരണഗതിയിൽ വായിക്കേണ്ടത്. എഴുതുന്നത് പോലെയാണ് വായിക്കുന്നതെങ്കിൽ. എന്നാൽ നമുക്ക് പൊതുവെ അറിയാം അത് വാൽക്ക് എന്നല്ല, വാക്ക് എന്നാണെന്നാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത്, എന്ന് അംഗീകരിക്കും. എന്നാൽ വാക്ക് തെറ്റാണ്. WALK എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉച്ചാരണം വാ കഴിഞ്ഞിട്ട് ഓ എന്ന് പറയുന്ന ഒരു ഫോണറ്റിക് സിമ്പിളാണ്. അത് ഓ എന്ന ഒരു സ്വരമാണ്. അപ്പോൾ വോക്ക്, വോക്ക് എന്നാണ് നമ്മളത് ഉച്ചരിക്കേണ്ടത്. അപ്പോൾ നടക്കുക എന്നുള്ള അർത്ഥത്തിന് WALK എന്ന് എഴുതിയാൽ വായിക്കേണ്ടതും പറയേണ്ടതും വോക്ക്, വോക്ക് എന്നാണ്. അതുപോലെ വോക്ക്, WALK എന്ന് എഴുതി അതിൻ്റെ പാസ്റ്റ് ടെൻസ്, അത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമായ EDയും കൂടെ ചേർത്താൽ നടന്നു എന്ന അർത്ഥത്തിൽ WALK ED എന്ന് എഴുതിയാൽ വായിക്കേണ്ടത് വാക്ക്ഡ് എന്നല്ല. പിന്നെ വോക്ക്ഡ്, വോക്ക്ഡ് അവസാനം ഡി ആണ് എഴുതിയിരിക്കുന്നതെങ്കിലും അത് വായിക്കുമ്പോൾ ടിസ് ട സ്വരം ആണ് ചേർക്കേണ്ടത്. അപ്പോൾ നാം വായിക്കേണ്ടത് വാക്ക്ഡ് എന്നല്ല, മറിച്ച് വോക്ക്ഡ്. ഷീ വോക്ക്ഡ് അവേ, അവൾ നടന്നു പോയി. വോക്ക്ഡ് എന്നാണ്. വോക്ക് ആൻഡ് വോക്ക്ഡ്. ഇതുപോലെ തന്നെ മറ്റൊരു സാധാരണ തെറ്റ് വരുന്ന മറ്റൊരു പദമാണ് വർക്ക്, ജോലി ചെയ്യുക എന്നർത്ഥത്തിൽ WORK. ഇത് എഴുതുന്നത് പോലെയാണ് വായിക്കുന്നതെങ്കിൽ നമ്മൾ വായിക്കേണ്ടത് വോർക്ക് എന്നാണ്. എന്നാൽ അത് തെറ്റാണെന്ന് നമുക്കറിയാം, മറിച്ച് വർക്ക് എന്നാണ് ശരിയെന്നാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത്. എന്നാൽ അത് തെറ്റാണ്. ആ പദം ഉച്ചരിക്കേണ്ടത് വേക്ക് എന്നാണ്. വ സ്വരം കഴിഞ്ഞ് വേർഡ്, വേർഡ് എന്ന വാക്കിൻ്റെ ഉപയോഗിക്കുന്ന അതേ സ്വരമാണ് വർക്ക്, വർക്ക്. വർക്കല്ല, വർക്ക്, വർക്ക്. നമ്മൾ വർഡ് എന്ന് പറയുകയാണെങ്കിൽ എന്തുമാത്രം തെറ്റായിരിക്കും. വാക്കെന്നുള്ളത് തന്നെ ഇംഗ്ലീഷിൽ WORD എന്ന് എഴുതിയിട്ട് വർഡ് എന്ന് പറഞ്ഞാൽ എന്താ ഒരു അപാകതയായിട്ട് നമുക്ക് തോന്നും. അതുപോലെ തന്നെ ഒരു അപാകതയാണ് വർക്ക് എന്ന് പറയുന്നത്. WORD എന്ന് എഴുതിയിട്ട് വേർഡ് എന്ന് പറയുന്നത് പോലെ തന്നെ WORK എന്ന് എഴുതിയാൽ വർക്ക് എന്നാണ് വായിക്കേണ്ടത്. ഇനി മുതലേ മനസ്സിലാക്കുക, ഈ തെറ്റ് വരുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക. WORK വർക്ക്. അതുപോലെ അതിൻ്റെ പാസ്റ്റ് ടെൻസ് ഫോം WORK EDയും കൂടെ ചേർത്താൽ വർക്ക്ഡ് എന്നല്ല, വർക്ക്ഡ്. അതും ഇതുപോലെ അവസാന സ്വരം ട് എന്ന സ്വരം ചേർത്ത് വർക്ക്ഡ്, വർക്ക്ഡ് എന്നാണ് ഉച്ചരിക്കേണ്ടത്. ഇനി മറ്റു പല പദങ്ങളെക്കുറിച്ച്, തെറ്റുകളെക്കുറിച്ചും ശരിയായ എന്താണെന്നുള്ളതിനെക്കുറിച്ചും വരുന്ന ക്ലാസ്സുകളിൽ പറയുന്നതായിരിക്കും. ഇംഗ്ലീഷ് ഭാഷയെക്കുറിച്ച്, ഇംഗ്ലീഷ് വാക്കുകളുടെ ഉച്ചാരണത്തെക്കുറിച്ച്, ഫോണറ്റിക്സിനെക്കുറിച്ച്, ഇംഗ്ലീഷ് ഭാഷയുടെ ചരിത്രത്തെക്കുറിച്ച്.